കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് സംശയം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. യെസ്, വെൽക്കം ടു ഡേ 7 ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ 730 ഡേയ്സ്. ഞാൻ നമ്മുടെ ചലഞ്ചിന്റെ ആദ്യ വീഡിയോ ഇന്നലെ ഇട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇന്ന് 7 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അതെ, സമയം നമ്മൾ കരുതിയതിനേക്കാൾ വളരെ വേഗത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇക്കണക്കിനാണെങ്കിൽ കണ്ണടച്ച് തുറക്കും മുമ്പ് 2 വർഷം കഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന 3D പ്രിന്റിങ്ങിനെ പറ്റി വിശദമായി അന്വേഷിച്ചു. 3D പ്രിന്റ് ചെയ്യുന്ന ഒരുപാട് പേരുടെ കോൺടാക്ട് കിട്ടുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തു. നോർമലായി ഇത്തരം ക്വാളിറ്റിയുള്ള പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ സാധാരണ രീതിയിൽ ഏകദേശ രൂപം കിട്ടുന്ന പ്രിന്റിന് തന്നെ 1000-2000 രൂപയാണ്. അത് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ വിജയിക്കണമെങ്കിൽ എന്ത് തന്നെ ആയാലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. ഒരുപാട് പേരോട് കൂടുതലായി അന്വേഷിക്കുകയും AI വെച്ച് ചെയ്തെടുക്കുന്ന ചിത്രങ്ങളുടെ അതേ ഫിനിഷിങ്ങും ക്വാളിറ്റിയും നിലനിർത്തി ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചപ്പോൾ ചിലർ പറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ അതിന് വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി ആളിനെ നിർത്തി 3D സ്കാൻ ചെയ്യണം. അതായത് നമ്മൾ ഏത് സ്ഥാപനത്തിൽ നിന്നാണോ 3D പ്രിന്റ് ചെയ്യുന്നത് ആവശ്യക്കാരെ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അതോടൊപ്പം ചെറിയ ഇത്തരത്തിലുള്ള ഒരു 3D ടോയ് ചെയ്തെടുക്കാൻ 12,000 രൂപയോളം ചെലവും വരും. അതൊരിക്കലും പോസിബിൾ അല്ല. ഭൂരിഭാഗം പേർക്കും ഇങ്ങനെ ഒരു ചെറിയ ടോയ് വാങ്ങാൻ ഇത്രയും തുക മുടക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനും മറ്റുമാണ് ഇത്തരത്തിലുള്ള ടോയ് പലരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആളിനെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്തെടുക്കുന്ന പരിപാടി നടക്കില്ല. അങ്ങനെ 3D പ്രിന്റ് എന്ന ഈ ശ്രമം നമ്മൾ ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അതുപോലെ തന്നെ ലാസ്റ്റ് ഇട്ട 30,000 രൂപ ലോസ് വന്ന ട്രേഡിംഗ് വീഡിയോ കണ്ട് ഒരുപാട് പേർ മെസ്സേജ് അയക്കുകയും പല പല മെത്തേഡുകളും പറഞ്ഞു തരികയും നമ്മളെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഉള്ള കുറച്ച് എമൗണ്ട് വെച്ച് രണ്ടും കൽപ്പിച്ച് ഒരു കൈ നോക്കാമെന്ന് കരുതി. അങ്ങനെ ചിലരൊക്കെ പറഞ്ഞ മെത്തേഡും ചിലരുടെയൊക്കെ സപ്പോർട്ടും വെച്ച് കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ട്രേഡ് എടുത്തു. ആദ്യമൊക്കെ മാർക്കറ്റ് കുറച്ച് പ്രോഫിറ്റിലേക്ക് വന്നെങ്കിലും പിന്നീട് താഴേക്ക് പോവുകയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയും ചെയ്തു. വലിയ ഒരു ലോസ് വന്നില്ലെങ്കിലും കയ്യിലുള്ള 20,000 നിന്ന് കുറച്ച് എമൗണ്ട് കൂടി നമുക്ക് നഷ്ടമായി. സത്യം പറഞ്ഞാൽ ഇതോടെ നല്ല രീതിയിൽ ഡൗൺ ആയി. ഈ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് വരെയും അത്യാവശ്യം കുറച്ചൊക്കെ പ്രോഫിറ്റ് ആയിരുന്നു മാർക്കറ്റിൽ നിന്ന് ഞാൻ നേടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, എവിടെയോ നമുക്ക് പാളി തുടങ്ങിയോ എന്നൊരു സംശയം തോന്നുന്നു. പക്ഷെ ഇവിടെ എനിക്ക് കാലിടറി കഴിഞ്ഞാൽ ലൈഫിൽ തന്നെ ഞാൻ തകർന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ബാക്കി വീഡിയോ നാളെ.